إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സർവ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, ധർമ്മനിഷ്ഠ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ സവിശേഷമായി അനുഗ്രഹിച്ച പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുവാനും വിശുദ്ധ റമളാൻ മാസത്തിലെ ആദ്യത്തെ ജുമുഅയിൽ പങ്കെടുക്കുവാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വിശുദ്ധ റമളാനിൽ നമ്മുടെ ഇസ്ലാമിക ജീവിതം പടിപടിയായി ധർമ്മജീവിതത്തിന്, സൽക്കർമ്മനിരതമായ ജീവിതത്തിന് വഴിമാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മൾ ഇതുവരെ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാൻ പരിപൂർണമായി ലഭിക്കുന്ന അനുഗ്രഹീതരിൽ, സൗഭാഗ്യം സിദ്ധിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നിരവധി കർമ്മങ്ങൾ സമയബന്ധിതമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോമ്പ് വയറിന് മാത്രമല്ല എന്നും വികാര വിചാരങ്ങൾക്കും കാഴ്ചകൾക്കും കാഴ്ചപ്പാടുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനും കാതിനും കേൾവിക്കും എല്ലാത്തിനും വിശുദ്ധിയുടെ വ്രതാചരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് പടിപടിയായി തഖ്വയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതും. അള്ളാഹു അത്തരക്കാരായ നോമ്പുകാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ വിശുദ്ധ റമളാനിൻ്റെ രാവിൽ അള്ളാഹുവിന് സമർപ്പിതരായിക്കൊണ്ട് രാത്രി നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു. പകലിലും രാവിലുമൊക്കെ തിലാവത്തുൽ ഖുർആൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക നിലയനുസരിച്ച് വിശുദ്ധ റമളാനിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിസാബ് അനുസരിച്ച് സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു നിഅമത്തായി റഹ്മത്തായി നൽകിയ
സമ്പത്തിൽ നിന്ന് അശരണരായ നിരാലംബരായ ആളുകൾക്ക് സദഖയുടെ വിഹിതം നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിക ഉമ്മത്ത് ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കേണ്ട പല കർമ്മ പദ്ധതികളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നമ്മൾ ഓരോരുത്തരും പറയും വിധത്തിൽ ഉൾപ്പെടുന്നു എന്ന ഉറപ്പുവരുത്തല് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത രാപ്പകലുകൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ നിലവാരം ഉയർത്തിക്കൊണ്ടേയിരിക്കുക. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനുമായിട്ടാണ് അഭേദ്യമായ ബന്ധമുള്ളത്. അതാണ് ഇന്നത്തെ ഖുത്ബയിൽ സംക്ഷിപ്തമായി നമുക്ക് ആലോചനാ വിഷയമാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ടൊരു റമളാനില്ല. ഖുർആനും റമളാനും, അതല്ലെങ്കിൽ റമളാനും ഖുർആനും എന്ന നിലക്കാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. വിശുദ്ധ റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നു, ഈ മാസത്തെ സാക്ഷ്യം വഹിക്കുന്നു എങ്കിൽ അവർ നിർബന്ധമായി നിർവഹിക്കേണ്ട ബാധ്യതയാണ്, അനുഷ്ഠാന കർമ്മമാണ് വ്രതം എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനിന്റെ അവതരണം ഈ മാസത്തിൽ നടന്നതുകൊണ്ടാണ് നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളും ലൈംഗിക വികാര വിചാരങ്ങളുമൊക്കെ നിയന്ത്രിച്ച് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റിളയും മഹബത്തും സമ്പാദിക്കുന്നതിന് വേണ്ടി ഇസ്ലാം കാര്യങ്ങളിൽ 4-മതായ ഉപവാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ രാപ്പകലുകളിൽ വിശുദ്ധ ഖുർആനിന് നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥാനമില്ല എങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണ പഠന മനനങ്ങളിൽ സമയം ചെലവഴിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ വിശുദ്ധ റമളാനിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും പൂർണ്ണമായ ചൈതന്യം നേടിയെടുക്കുന്നിടത്ത് നമുക്ക് പരാജയം സംഭവിക്കും. അത്തരത്തിലുള്ള ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 81-ാം അധ്യായം സൂറത്തു തക്വീറിന്റെ അവസാന ഭാഗത്തുള്ള ഏതാനും സൂക്തങ്ങളാണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ റമളാൻ വന്നടഞ്ഞിരിക്കുകയാണ്. നോമ്പ് ഒരാഴ്ചയിലേക്ക് എത്താനിരിക്കുകയാണ്. ആദ്യ വീക്ക് പിന്നിടാനിരിക്കുന്ന സമയത്ത് വിശുദ്ധ റമളാൻ അതിന്റെ മർമ്മത്തിൽ തട്ടി ആചരിക്കുന്ന അവധാനതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന ചിന്തയാണ്, അല്ലെങ്കിൽ പങ്കുവെക്കലാണ്, ആഹ്വാനമാണ്, ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു ഈ സൂക്തങ്ങളിലൂടെ നടത്തുന്നത്. ഫഅൈന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും മൻ യസ്തഖീം. ഫഅൈന തദ്ഹബൂൻ, അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വേർ ആർ യു ഗോയിങ് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുന്ന സമയത്ത് വിവിധ അധ്യായങ്ങളിലൂടെ കൽബും കണ്ണുമൊക്കെ കൊടുത്ത് കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള സൂക്തങ്ങളൊക്കെ പരിചിതമായി തീരും. അമ്മ ജുസയിലൊരു അധ്യായമാണ്, അതിന്റെ അവസാന ഭാഗമാണ്. അള്ളാഹു നമ്മോടും പലരോടും 14 നൂറ്റാണ്ടുകൾക്കിടക്ക് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എവിടേക്കാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ഖുർആൻ അവതരിക്കപ്പെടുന്ന സമയത്ത് ജാഹിലിയത്തിലെ അറബികൾ പല വിധത്തിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് എന്ന നിലക്ക്, അതല്ലെങ്കിൽ നീതി അറിയാതെ അന്യായ അനീതികളിലേക്ക്, ചൂഷണങ്ങളിൽ വഴിപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പ്രദായിക സാഹചര്യങ്ങൾ, സാമൂഹിക ഘടനകൾ എല്ലാം ഡിസോർഡറായി അവരവരുടെ ദാമ്പത്യ കുടുംബ സാമൂഹിക ജീവിതമൊക്കെ പുതിയ കാലത്ത് പറയുന്ന പദാവലി ലിബറലിസത്തിനനുസരിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിശുദ്ധ ഖുർആൻ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചോദിച്ചത്, ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? മാറാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഒരുക്കമുണ്ടോ? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, തീർച്ചയായും ഇത് ലോകരക്ഷിതാവായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമാകുന്നു, അവന്റെ ദിക്റാകുന്നു എന്ന് പറയാം. ലിമൻ ശാഅ മിൻകും മൻ യസ്തഖീം, നിങ്ങളിൽ ആരെങ്കിലും ഇസ്തിഖാമത്തുള്ള, നേരെ ചൊവ്വയുള്ള, സദാചാരബന്ധിതമായ, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്കുള്ള മാർഗദർശനമാകുന്നു ഈ ഗ്രന്ഥമെന്ന് അള്ളാഹു അവരെ അറിയിക്കുകയാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കലാം അവരെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅ 2-ാം സൂക്തം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അവരിൽ നിന്ന് തന്നെ സെലക്ഷൻ നടത്തി അവരിലേക്ക് നിയോഗിച്ചു. പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പ്രവാചക ജീവിതവും വിശുദ്ധ ഖുർആനും അവരെ പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? വയുസക്കീഹിം, അവരെ തസ്കിയത്തുള്ളവരാക്കി, ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുന്നവരാക്കി, സംസ്കാര സമ്പന്നരാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് വേദഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിന്റെ പാഠം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ്. അതിലൂടെ അവരെ സംസ്കരിക്കുകയാണ്. അങ്ങനെ ജാഹിലിയത്തിന്റെ സഞ്ചാരത്തിൽ നിന്ന് ഫഅയ്ന തദ്ഹബൂൻ, അവർ ഉത്തരം നൽകി വിശുദ്ധ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് അവർ കടന്നു വരികയാണ്. അവിടെ മാറ്റമുണ്ടാകുന്നു. അധർമ്മങ്ങൾക്ക് വേണ്ടി അരങ്ങ് തകർത്ത ആളുകൾ ധർമ്മത്തിന്റെ കാവലാളുകളായി മാറുകയാണ്. അനീതിക്ക് കൂട്ടുനിന്നവർ നീതിയുടെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദിക്കുന്നവരായി മാറുകയാണ്. ബഹുദൈവ വിശ്വാസവും ചൂഷണത്തിൽ അധിഷ്ഠിതവുമായ ശിർക്ക് കലർന്ന ജീവിതം നയിച്ച് മനസ്സമാധാനവും സാമൂഹ്യ സ്വാസ്ഥ്യവും നഷ്ടപ്പെട്ടിരുന്ന അവരതാ ഏകമാനവികതയിലേക്ക് നയിക്കുന്ന ഏകദൈവ വിശ്വാസ വിശുദ്ധിയിലേക്ക് അവരങ്ങനെ ഉയർന്നു വരികയാണ്. ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ താളഭംഗം സംഭവിച്ചവർക്കെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ സർഗാത്മകമായ ബന്ധവിശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആനിലൂടെ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 57-ാം സൂക്തം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ. അത് ജാഹിലിയത്തിലുള്ളവരായിരുന്നാലും അതിന് ശേഷമുള്ളവരായിരുന്നാലും ആധുനിക കാലത്ത് ജീവിതം എന്തെന്ന് അർത്ഥം കണ്ടെത്താതെ അലസമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നാലും ജീവിതത്തെ പരിഹാസ്യമാക്കി തീർക്കുന്നവർ, ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ജീവിതത്തിൽ നിന്ന് തെന്നിമാറി ഏറെ ദുസ്സഹമായ നിഷ്ഠൂരമായ ചെയ്തികൾക്ക് വശംവദരായി കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നന്മയാണ്. ജീവിതത്തിൽ അച്ചടക്കമുണ്ടാകണം, ലക്ഷ്യബോധമുണ്ടാകണം, കൾച്ചർ സംസ്കാരമുണ്ടാകണം, സന്മാർഗമുണ്ടാകണം, സൽക്കർമ്മങ്ങൾ കണ്ടെത്താൻ കഴിയണം. അള്ളാഹു അറിയിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നണഞ്ഞിരിക്കുന്നു, മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ സവിധത്തിൽ നിന്നുള്ള സാരോപദേശം. വിശുദ്ധ ഖുർആൻ സാരോപദേശമാണ്. ഇത് സ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സ് മാറും, ജീവിത രീതി മാറ്റിപ്പണിയാൻ സാധിക്കും. പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവായി മാറിയതിന്റെ പിന്നിൽ വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകളായിരുന്നു എങ്കിൽ അതങ്ങ് ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് പരിവർത്തനത്തിന്റെ പുതുപാഠങ്ങൾ ആ സമയത്ത് നമ്മൾ കേട്ടതാണ് എങ്കിൽ 14 നൂറ്റാണ്ടുകൾക്കിടക്ക് ഈ മൗഇദത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി അലക്ഷ്യമായി ജീവിതത്തിൽ സഞ്ചാരം നടത്തിയിരുന്ന ആളുകൾക്ക് നേർരേഖ ഖുർആനിലൂടെ ലഭിക്കപ്പെടുന്ന സമയത്ത് മാറ്റമുണ്ടാവുകയാണ്. അത് പഴയ കാലത്ത് മാത്രമല്ല, പല ആളുകളും അന്ന് മാറി പ്രവാചകന്റെ അനുയായികളായി തീർന്നു. അതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, വിവിധ അധ്യായങ്ങൾ, അതിന്റെ ആശയ പ്രകാശനങ്ങൾ, അതിലേക്ക് അവർ കടന്നു വരിക. കവിതകൾ രചിച്ച് കാലം കഴിച്ചു കൂട്ടിയിരുന്ന ജാഹിലിയത്തിലെ ആളുകളോട് ഗദ്യമല്ല പദ്യമല്ല, എന്നാൽ ഇത് ദൈവീക പ്രോക്തങ്ങളാണ് എന്ന നിലക്ക് അവരുടെ ബുദ്ധിയോട്, അവരുടെ സാഹിത്യ ചാരുതയോട് സംസാരിക്കുകയാണ്. ഇമ്രുൽ കൈസിന്റെ ലാമെന്ന പ്രാസത്തിലുള്ള കവിതയിൽ അഹങ്കരിച്ച് കവിതകൾ രചിച്ചിരുന്ന ആളുകൾ, ആ കവിതകളിൽ 10 കവിതകൾ വരികൾ പിന്നിട്ട് കഴിഞ്ഞാൽ ലാമുകൊണ്ടുള്ള അതേ അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന വരികൾ, അതാണ് പ്രാസം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രാസമുള്ള സജഉള്ള കോർവയുള്ള കവിതകൾ രചിച്ച് അതാണ് ജീവിതമെന്ന് വിചാരിച്ച് കാലം കഴിച്ചു കൂട്ടിയവരിലേക്കാണ്
വിശുദ്ധ ഖുർആൻ പ്രാസത്തോടുകൂടി അവതരിക്കപ്പെടുന്നത്, പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദാലുകൊണ്ട് അവസാനിക്കുന്ന നിഷ്കളങ്കത എന്ന അധ്യായത്തിലൂടെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുകയാണ്. പടച്ച റബ്ബിനെ കുറിച്ച് ബോധ്യമുണ്ടാവുകയാണ്. പ്രബോധിത സമൂഹത്തിന്റെ മനഃശാസ്ത്രവും കറന്റ് സ്റ്റാറ്റസും അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഹുദൽ ലിന്നാസ്, അങ്ങനെ ജനങ്ങളുടെ മാർഗദർശനദായക ഗ്രന്ഥമായി തീരുകയാണ്. അതെന്ന് മാത്രമല്ല, പിന്നീടും ചരിത്രത്തിൽ നമുക്ക് കാണാം, ആധുനിക കാലത്തടക്കം 1982 തന്റെ സ്റ്റുഡന്റ് നൽകിയ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഗിഫ്റ്റായി സ്വീകരിച്ച അമേരിക്കയിലെ മാത്തമാറ്റീഷ്യനായിരുന്നു ജെഫ്രി ലാങ് എന്ന് പറയുന്നത്. അദ്ദേഹം വിശുദ്ധ ഖുർആനിനെ വിമർശിച്ചിരുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഗിഫ്റ്റ് ലഭിച്ച ഖുർആൻ ട്രാൻസ്ലേഷനിലൂടെ വിശുദ്ധ ഖുർആൻ പഠിച്ച് ഖുർആനിന്റെ തീരമണയുകയാണ്. ഇങ്ങനെ എത്രയോ ആളുകൾ. ഫഹദ് അൽ കന്ദ്രി എന്ന് പറയുന്ന കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദിലെ ഇമാം, കുവൈത്തിലെ പണ്ഡിതൻ, അദ്ദേഹം വിശുദ്ധ ഖുർആനിന് വേണ്ടി സീസണുകളായി പ്രതിവർഷം പ്രൊജക്ടുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 3 വർഷ കാലയളവിലെ ഖുർആൻ കണക്റ്റഡ് ആയിട്ടുള്ള റമദാൻ പ്രൊജക്റ്റിൽ വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ജീവിതത്തിൽ നിന്ന് തെന്നിമാറി നടന്നവർ ഖുർആനിന്റെ ശാദ്വല തീരത്തേക്ക് അണയുകയാണ്. നിങ്ങളുടെ രക്ഷിതാവിന്റെ സവിധത്തിൽ നിന്നുള്ള സാരോപദേശത്തിലേക്ക് കടന്നു വരികയാണ്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ഭാര്യ സഹോദരി സാറാ ബൂത്തുമായുള്ള അഭിമുഖം. ഹോളണ്ടിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച സൂക്തം മുൻനിർത്തി അദ്ദേഹത്തോടുള്ള അഭിമുഖം നടത്തുകയാണ് ഈ ഫഹദ് അൽ കന്ദ്രി എന്ന് പറയുന്ന ഖുർആൻ പണ്ഡിതനും പ്രീച്ചറും പ്രചാരകനുമായിരുന്നത്. ബ്രിട്ടനിലെ പോലീസ് ഓഫീസറോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ഏത് സൂക്തമാണ് അദമ്യമായി അനർഘ നിമിഷം സമ്മാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നൊരു റമദാനിലെ നിർണയത്തിന്റെ രാവിൽ ജബലുന്നൂറിലെ ഇറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് പ്രവാചകനിലേക്ക് പടച്ച റബ്ബിന്റെ കൽപ്പനയുമായി കടന്നു വന്നുകൊണ്ട് ജിബ്രീൽ പങ്കുവെച്ച സൂക്തങ്ങളുള്ള അധ്യായത്തിന്റെ അവസാന ഭാഗം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ജിബ്രീൽ പ്രവാചകനെ ഓതിക്കേൾപ്പിച്ചു എങ്കിൽ ഈ ബ്രിട്ടനിലെ പോലീസ് ഓഫീസർ ഈറനണിഞ്ഞ കണ്ണുമായി സന്മാർഗത്തിന്റെ സാധ്യത കണ്ടെത്തി സവിനയം ആ അഭിമുഖത്തിൽ പങ്കുവെക്കുകയാണ്. എന്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തത് വസ്ജുദ് വഖ്തരിബ് എന്ന സൂക്തമാണ് എന്ന്. നിങ്ങൾ സാഷ്ടാംഗം നമിച്ച് സ്രഷ്ടാവിലേക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കണമെന്ന് പറയാൻ. ആരുടെ മുമ്പിലും തലകുനിക്കുന്നതിന് സാധ്യമല്ലാത്തിടത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ സാഷ്ടാംഗം നമിച്ച് തലകുനിച്ച് കിടക്കുന്ന സമയത്ത് ലഭിക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. അത് ഖുർആനിക ആശയത്തിലേക്ക് കടന്നു വന്ന് ഖുർആൻ വിഭാവന ചെയ്യുന്ന അനുഷ്ഠാന മുറകൾ നിർവഹിക്കുന്നിടത്ത് എനിക്കത് അനുഭവിച്ചറിയാനും ആസ്വദിക്കാനും സാധിക്കുന്നു എന്ന് പറയാൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ രാത്രി നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞില്ലേ? 11 റക്അത്തുകൾ നമസ്കരിക്കുന്നു, ദീർഘമായ ആയത്തുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ജമാഅത്തുകൾ നിർവഹിക്കുന്നു, തഹിയ്യത്തും റവാത്തിബും നിർവഹിക്കുന്നു. ശരീരവും മനസ്സും പങ്കെടുപ്പിച്ച് ആത്മാവ് നഷ്ടപ്പെടാത്ത വിധത്തിൽ തന്റെ രക്ഷിതാവുമായുള്ള മുനാജാത്താണ് എന്ന നിലക്ക് സുജൂദിലേക്ക് പോകുമ്പോൾ ആ ഒരു അനുഭൂതിയുള്ള എത്ര പേര് നമ്മിലെ രാത്രി നമസ്കാരക്കാരിലുണ്ട്? തറാവീഹിൽ പങ്കെടുക്കുന്നവരിലുണ്ട്, ജുമഅയിൽ പങ്കെടുക്കുന്നവരിലുണ്ട്. റക്അത്തുകളിൽ നിന്ന് റക്അത്തിലേക്ക് നീങ്ങിപ്പോകുന്നതിനനുസരിച്ച് പടച്ച റബ്ബിലേക്ക് ഞാൻ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന അനുഭൂതി നമുക്ക് ലഭിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂക്തങ്ങൾ നിരവധി ആളുകളെ സ്വാധീനിച്ചു. മോറിസ് ബുക്കായെ, കീത്ത് മോർ. മോറിസ് ബുക്കായെ ഫ്രഞ്ച് ചിന്തകരും ഡോക്ടറുമാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഖുർആനും ശാസ്ത്രവും എന്ന ഖുർആനിന് വേണ്ടിയിട്ട് ഗ്രന്ഥം രചിക്കുകയാണ്. എത്രയോ പണ്ഡിറ്റുകൾ, എത്രയോ ശാസ്ത്രകാരന്മാർ വലിയ പ്രൊഫഷൻ ദൗത്യം ഏറ്റെടുത്ത് പിന്നീട് വിശുദ്ധ ഖുർആൻ മൗഇദത്താണ് എന്ന് മനസ്സിലാക്കിയപ്പോ വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയതിന് ശമനമാണ് എന്നാണ്. അംറാദുൽ ഖുലൂബ് കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശിർക്ക്, ബഹുദൈവ വിശ്വാസം, കാപഢ്യവും അസൂയയും പകയും വിദ്വേഷവും മനുഷ്യ മനസ്സിനെ മലിനമാക്കുന്ന
മാറാരോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മനുഷ്യ മനസ്സ് ദുഷിച്ചു പോകുന്നതിൽ നിന്ന് ശമനം കിട്ടുക എന്നതിന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തിന് തെളിച്ചമുണ്ടാക്കി എത്രയോ ആളുകൾ. ഗാരി മില്ലർ എന്ന് പറയുന്ന കനേഡിയൻ ചിന്തകൻ, അദ്ദേഹം ക്രിസ്ത്യൻ പാസ്റ്റർ ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ പ്രീച്ചർ ആയിരുന്നു, ക്രിസ്ത്യൻ പാതിരിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ദ അമേസിംഗ് ഖുർആൻ എന്ന ഖുർആനിന് വേണ്ടിയിട്ട് ഗ്രന്ഥം രചിക്കുകയാണ്. മോറിസ് ബുക്കായി ഇസ്ലാം സ്വീകരിച്ചു. ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് ദ സയൻസ് എന്ന് പറയുന്ന പുസ്തകം രചിക്കുകയാണ്. ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറയുന്ന പുസ്തകം രചിക്കുകയാണ്. മുഹമ്മദ് മെർമഡിയുക്ക് പിക്താൾ യൂറോപ്പിൽ നിന്നുള്ള ഇസ്ലാം പണ്ഡിതനാണ്. ആദ്യം അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. പിന്നീട് മുഹമ്മദ് മെർമഡിയുക്ക് പിക്താളായി അദ്ദേഹം മാറി. ദ മീനിങ് ഓഫ് ഗ്ലോറിയസ് ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ പരിഭാഷ അദ്ദേഹം നിർവഹിക്കുകയാണ്. ഇന്ത്യയുമായും കേരളവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചാലക ശക്തിയായിരുന്ന കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ തലശ്ശേരിയിൽ നടന്ന 1926 4ാമത് ഐക്യസംഘത്തിന്റെ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ യൂറോപ്യൻ പണ്ഡിതനായിരുന്ന, ഖുർആൻ വിവർത്തകനായിരുന്ന, നവമുസ്ലിമായിരുന്ന, പണ്ഡിറ്റായിരുന്ന മുഹമ്മദ് മെർമഡിയുക്ക് പിക്താളായിരുന്നു എന്നാൽ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തവർ, വിശുദ്ധ ഖുർആൻ റിസർച്ച് നടത്തിയവർ, അതിനെ പരിഭാഷപ്പെടുത്തിയവർ, അതിൽ ശിഫ ഉണ്ട് എന്ന് മനസ്സിലാക്കിയവർ, അതിന്റെ മൗഇദത്ത് തിരിച്ചറിഞ്ഞവർ, അത് വിശ്വാസികൾക്ക് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് കാരുണ്യവും അതേ അവസരത്തിൽ മനുഷ്യർക്ക് ഹുദൽ ലിന്നാസ്, മാർഗദർശനവുമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ദൗത്യം എപ്പോഴും വിശുദ്ധ ഖുർആനിനോട് കടപ്പെട്ടിരിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് രചനകൾ നടത്തി. സഹോദരങ്ങളെ, നമ്മൾ എന്താണ് ചെയ്തത്? ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ഖുർആനിന് വേണ്ടി രചനകൾ നടത്തുമ്പോൾ, ലേഖനങ്ങൾ എഴുതുമ്പോൾ, പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മിനിമം വിശുദ്ധ റമദാനിൽ അതിന്റെ തിലാവത്തെങ്കിലും നടത്തണ്ടേ? അതിന്റെ തദബ്ബുറെങ്കിലും നടത്തണ്ടേ? അല്പസൂക്തങ്ങൾ, അധ്യായങ്ങൾ മനഃപ്പാടമാക്കുകയെങ്കിലും ചെയ്യണ്ടേ? അതിന് സമയം കണ്ടെത്തിക്കൊണ്ട് അതുവഴിയുള്ള ഐഹിക ക്ഷേമവും പരലോകത്തേക്ക് വേണ്ട സൽക്കർമ്മനിധിയും സമ്പാദിക്കേണ്ട സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക്, അതേപോലെ തന്നെ അങ്ങാടികളിലേക്ക്, ആരവങ്ങളിലേക്ക്, സോഷ്യൽ മീഡിയകളിലേക്ക്, ഇൻസ്റ്റാഗ്രാമുകളിലേക്ക്, സമയം നഷ്ടപ്പെടുത്തുന്നതിലേക്ക്. കുടുംബം കലുഷിതമായി കൊണ്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ധർമ്മം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മനുഷ്യന്റെ മനസ്സ് മരവിച്ചുകൊണ്ടിരിക്കുന്നു, സദാചാരത്തിന് സമകാലിക ലോകം കേഴുകൊണ്ടിരിക്കുന്നു, ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. ടീച്ചർമാരും ഗുരുനാഥന്മാരും ഒക്കെ പഴമയിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അറബ് ലോകത്തുള്ള ശിക്ഷകൾ ഇവിടെ നടപ്പിലാക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും പറയാതെ വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസം ആഗ്രഹിക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ പ്രതിക്രിയകൾ ആഗ്രഹിക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ സാമ്പത്തിക സമത്വ സാഹോദര്യ സഗാത്ത് ദർശനങ്ങൾ ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും സമ്പത്തിനും സാഹോദര്യവും സഹജീവി സ്നേഹവും സമത്വവും സമഭാവനയും നൽകുന്ന അനുഷ്ഠാന മുറകൾ ഖുർആൻ അറിയിക്കുന്നു എങ്കിൽ ആ അനുഷ്ഠാന മുറകളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നമസ്കാരം, വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന നോമ്പ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സക്കാത്ത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഹജ്ജ്, ഇതൊക്കെ വിശ്വാസി സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ്? വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഹുദ, സന്മാർഗത്തിലെ മൗലിക ഭാഗം പടച്ചറബിനെ പരിചയപ്പെടുത്തുകയാണ്. വഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാകുന്നു എന്ന്. മനുഷ്യൻ വംശത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ എല്ലാവരുടെയും സ്രഷ്ടാവ് ഒന്നാണ് എന്നറിയിക്കുന്ന ഏകമാനവികതയിലേക്ക് നയിക്കുന്ന ഏകദൈവ ദർശനം ഇത് കാലം ആഗ്രഹിക്കുന്നതല്ലേ? മനുഷ്യന്റെ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഇതിന്റെ എല്ലാം പ്രചാരകരും പ്രതിനിധാനം നിർവഹിക്കേണ്ടവരുമായ ഈ ഉമ്മത്ത് വിശുദ്ധ ഖുർആനിനെ ഏറ്റെടുക്കേണ്ട വിധത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ? നമ്മൾ പഠനം തുടങ്ങിയിട്ടുണ്ടോ? നമുക്ക് സ്വാധീനിച്ച സൂറത്ത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഒരുപാട് വർഷക്കാലയളവിൽ ഖുർആൻ ഇറങ്ങിയ റമദാൻ അനുഭവം അള്ളാഹു നൽകിയിട്ട് പോലും തറാവീഹ് നമസ്കാരത്തിന് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രതിവർഷം കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ബഖറയിലെ സൂക്തങ്ങളിൽ നിന്ന് ഒരു 10 ആയത്തിന്റെ അർത്ഥം പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നമസ്കാരത്തിൽ നിന്ന് വീണ്ടും വീട്ടിലേക്ക് പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണോ നമുക്കുള്ളത്? അതല്ല ഇന്ന് ഇമാമ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് പാരായണം ചെയ്ത സൂറത്ത് ഇന്നതാണ്,
ആ സൂറത്തിന്റെ ഇതിവൃത്തം ഇന്നതാണ്, ആ ആയത്തുകളുടെ ആശയം ഇന്നതാണ്, ആ ആശയം എന്നോടാണ് സംവദിക്കുന്നത്, എന്റെ മനസ്സംസ്കരണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, എന്റെ സമ്പത്തിൽ ഹറാമ് കലരാതിരിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്, എന്റെ വിശ്വാസത്തിൽ ശിർക്ക് വരാതിരിക്കാനുള്ള വിളംബരമാണ് നടത്തിയിട്ടുള്ളത്, മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ഗാഢമാക്കി തീർക്കണമെന്ന അറിയിപ്പാണ് ഖുർആൻ നൽകിയിട്ടുള്ളത്. ഇതാണ് ഖുർആൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഖുർആനിന്റെ അനുയായികൾ വികൃതികളും വികൃതവാന്മാരുമായി തീരുകയില്ല, സൽഗുണ സമ്പന്നമാരായി തീരും. ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹി അഖ്വം. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 9-ാം സൂക്തം. തീർച്ചയായും ഈ ഖുർആൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, മാനവതയെ ക്ഷണിക്കുന്നത് ഏറ്റവും ചൊവ്വായതിലേക്കാണ്. ദാമ്പത്യം ചൊവ്വായി മാറണം, കുടുംബ ബന്ധങ്ങൾ ചൊവ്വായ രീതിയിലാകണം, സാമ്പത്തിക രംഗം ചൊവ്വാകണം, പലിശയിൽ അധിഷ്ഠിതമായി സാമ്പത്തിക രംഗത്തുള്ള അസ്വസ്ഥതകൾ, സാമൂഹിക ജീവിതം ചൊവ്വായി തീരണം, ബന്ധങ്ങളെല്ലാം നല്ല രൂപത്തിലായി തീരണം, വിശ്വാസം വിശുദ്ധമായി തീരണം, എല്ലാത്തിലും സ്ട്രൈറ്റ് പാത്ത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും സമൂഹത്തിൽ ഉണ്ട് എങ്കിൽ ഇസ്ലാമിക് സർക്കിളിന്റെ ഉള്ളിലാകട്ടെ പുറത്താകട്ടെ വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്, സൊല്യൂഷൻ പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹി അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക്, ഇതിനേക്കാളും ചൊവ്വായത് തിരഞ്ഞ് നമ്മൾ സമയം കളയാൻ പാടില്ല. കൗൺസിലിംഗ് സെന്ററിലേക്ക്, മറ്റുള്ളതിലേക്ക്, ഭൗതിക ടിപ്സിലേക്ക്, മോട്ടിവേഷനുകളിലേക്ക്, യൂട്യൂബുകൾ പരതി ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഖുർആനിലേക്ക് തിരിച്ചു വരണം. കുടുംബത്തിൽ ഖുർആൻ ചർച്ചയാക്കണം. നമ്മുടെ മൊബൈലുകളിൽ ഖുർആന്റെ ആപ്ലിക്കേഷൻസും സോഫ്റ്റ് കോപ്പികളും ഉണ്ടാകണം. തഫ്സീറുകൾ കയ്യെത്തും ദൂരത്തുണ്ടാകണം. അത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. വായിക്കുന്ന സമയത്ത് കണ്ണും കൽബും ഓടിക്കണം. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അനുധാവനം ചെയ്യലാണ്, ഒന്നൊന്നിനെ തുടരലാണ്. കണ്ണുകൊണ്ട് ആയത്ത് കാണുകയാണ്, കണ്ണുകൊണ്ട് കണ്ട ആയത്ത് ഹൃദയത്തെ തുടരുകയാണ്, ഹൃദയം ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ തുടരുകയാണ്. അങ്ങനെ മനസ്സും ശരീരവും നന്നാകുകയാണ്, ഇടപാടുകളും ഇടപഴകലുകളും നന്നാവുകയാണ്, സംസ്കാരവും സംസാരവും സമുന്നതമായി തീരുകയാണ്. അതാണ് ഖുർആനിന്റെ കോർ പോയിന്റ്, മെസ്സേജ് ഓഫ് ദ ഹോളി ഖുർആൻ ആണത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഖുർആനിലൂടെ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയിലും നന്മയിലും വർത്തിക്കാനാണ്. വഅഹ്സിനു, നിങ്ങൾ നന്മകളെ ചെയ്യാൻ പാടുള്ളൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിച്ചു കൊണ്ടേയിരിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇങ്ങനെയുള്ള സൂക്തങ്ങൾ, മനോഹരമായ ആശയങ്ങൾ കൊണ്ട് ഉള്ളടക്കം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ ഉത്ബോധനത്തിന് ഉപയോഗപ്പെടുത്താത്തതിന്റെ പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് മുസ്ലിം കുടുംബവും ഉമ്മത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചറബിന്റെ കോടതിയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂല് പറയാൻ പോകുന്നത് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തേ നിന്റെ ഉമ്മത്ത് ഇങ്ങനെ പിഴച്ചു പോയത് എന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂല് പറയാ, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ആവശ്യമുള്ള സമയത്ത് ആയത്തുകൾ ഉപയോഗപ്പെടുത്താതെ അലസരായി ഭൗതിക പ്രമത്തരായി തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ കൂടെ ഓടി നാടോടുമ്പോ നടുവ ഓടിക്കൊണ്ട് ഇസ്സത്ത് നഷ്ടപ്പെട്ട, തസ്കിയത്ത് നഷ്ടപ്പെട്ട, ചെറുബിയത്തില്ലാത്ത, ധർമ്മനിഷ്ഠയില്ലാത്ത അമുസ്ലിം സഹോദരങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന പലതും ചെയ്തു പോകുന്ന അധപ്പതനത്തിലേക്ക് അല്ലാഹുവേ അവരൊക്കെ എത്തിച്ചേർന്നത്. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. 23 വർഷം കൊണ്ട് ഒരു ജനതയെ ഉത്കൃഷ്ട സംസ്കാരത്തിന്റെ ഉടമകളാക്കി തീർത്ത വിശുദ്ധ ഖുർആനിനെ ആധുനിക കാലത്ത് മാറ്റിവെച്ചതിന്റെ ദുര്യോഗമാണ് എന്റെ ഉമ്മത്തിൽ പിൻതലമുറ ഇങ്ങനെയായി തീരാനുള്ള കാരണമെന്ന് നമ്മെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും കാലിക ഉമ്മത്തിനെ കുറിച്ചും സമകാലിക ഈ സമൂഹത്തെക്കുറിച്ചും പ്രവാചകൻ പറയേണ്ട ഗതികേടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശിഫാ ഖുർആൻ നേടിയെടുക്കുക, റഹ്മത്ത് ഖുർആനിലൂടെ നേടിയെടുക്കുക, ഹുദ അതിന്റെ വഴി വിശുദ്ധ ഖുർആൻ ആക്കി തീർക്കുക, മൗഇദത്ത് സദുപദേശത്തിന്റെ വഴിയും വെളിച്ചവും വിശുദ്ധ ഖുർആനിന്റെ മാനദണ്ഡത്തിലാക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഇസ്ലാമിയത്ത് നേടിയെടുക്കുന്ന ഉത്ബുദ്ധരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي أنعمنا وأسعدنا بشهر رمضان المبارك وهو الذي أنزل القرآن في هذا الشهر العظيم والصلاة والسلام على القائل خيركم من تعلم القرآن وعلمه. സ്നേഹം നിറഞ്ഞ
സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ പരിശുദ്ധ റമദാനിൽ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭ നിമിഷ അനുഭവങ്ങളെയും വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലൂടെ നീക്കിക്കൊണ്ടിരിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ലോകത്ത് എക്കാലവും അങ്ങേയറ്റം ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഗ്രന്ഥമാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും അതേ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആശ്ലേഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഖുർആനാണ്. ഏതെങ്കിലും ഒരു ഗ്രന്ഥം മനഃപ്പാഠമാക്കാൻ വേണ്ടി ആരെങ്കിലും മത്സരിക്കുന്നു എങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിന്റെ മനഃപ്പാഠത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ എത്രയാണ്. വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങൾ ലഭിക്കുമോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി XY പേരൊക്കെ ഇട്ട് അതിൻ്റെ സാധ്യത ബാക്കി പേര് ഇസ്ലാം പേര് തന്നെ ചേർത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിക്കും തോറും പഠനത്തിന് പകിട്ടേകും. ഗൗരവതരമായ ഗവേഷണങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ വഴിയൊരുക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ ലൈബ്രറിയിൽ ചെന്ന് ഒരു ഷെൽഫിൽ വെക്കാൻ തീരുമാനിച്ചാൽ ഏത് ഷെൽഫിലാണ് വെക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. കാരണം തിയോളജി, ദൈവശാസ്ത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് തിയോളജി ബുക്സുള്ള ഏരിയയിൽ വെക്കാൻ തീരുമാനിച്ചാൽ ഖുർആനിൽ ബോട്ടണിയും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും സുവോളജിയും ഓഷ്യാനോളജിയും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വിവിധ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തിയോളജി മാത്രമല്ല ബയോളജിയും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും വെക്കാൻ സാധ്യമല്ല. കാരണം ഇത് മനുഷ്യ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഗ്രന്ഥമാണ്. ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ധർമ്മനിഷ്ഠ നന്മയാർന്ന ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സംശയമില്ലാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നറിയിക്കുകയാണ്. ആ ഖുർആനിനോടുള്ള ബാധ്യത ഈ റമദാനിൽ അതിന്റെ കനത്തോടുകൂടി നിർവഹിക്കാൻ കഴിയണം. ചില ആളുകൾ നമ്മൾ കടൽ കാണാൻ പോകുന്നത് പോലെയാണ് ഖുർആനിനെ സമീപിക്കുന്നത്. ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ ചില ആളുകൾ അങ്ങനെ ജലം സ്പർശിക്കാതെ അരികിൽ നിന്നുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. ആ രൂപത്തിലാണ് ചില ആളുകളുടെ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ആ ജലമൊക്കെ ഒന്ന് സ്പർശിച്ച് അതിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങണം. എന്നാൽ മറ്റു ചില ആളുകൾക്ക് അവിടം കൊണ്ട് അവസാനിക്കൂല. വല്ല കപ്പലിലോ ബോട്ടിലോ തോണിയിലോ കയറി ആ ജലാശയത്തിന്റെ കടൽപ്പരപ്പിന്റെ മുകളിലൂടെ സഞ്ചരിക്കണം. അവിടം കൊണ്ടും ആഗ്രഹം അവസാനിക്കാത്തവർക്ക് ആ കടലിന്റെ അടിത്തട്ടിലേക്ക് അങ്ങനെ ഊളിയിട്ടിറങ്ങി കടലിന്റെ സമുദ്ര ഗർത്തത്തിന്റെ അടിത്തട്ടിലുള്ള അതിമനോഹരമായ അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ ഇതിൽ ഏത് ടീമിലാണ് ഖുർആനുമായി ബന്ധപ്പെടുത്തി ഉള്ളത് എന്ന് ആലോചിക്കുക. ഖുർആനൊന്നും കുഴപ്പമില്ല, തരക്കടില്ല. അതിന്റെ തിലാവത്തൊക്കെ കേട്ട് നല്ല പാരായണം, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഇല്ലാതെ ലോകത്ത് ഹഠാത് ആകർഷിപ്പിക്കുന്ന മനുഷ്യന് കർണാനന്ദകരമായ ശബ്ദങ്ങൾ സമ്മാനിക്കുന്നത് തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഖുർആനിനെ സ്പർശിക്കാതെ തൊടാതെ അത് കേട്ടാസ്വദിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ളതിൽ അകലം പാലിച്ച് വീക്ഷിച്ച് അൽഹംദുലില്ലാ പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, മറ്റു ചില ആളുകൾ അതിലേക്കങ്ങ് അത് പാരായണം ചെയ്യാൻ ശ്രമിച്ച് സമയം കണ്ടെത്തുന്ന ആളുകൾ, അതുകൊണ്ടും അവസാനിക്കാതെ അതിന്റെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ എല്ലാ കടമകളും അതിൻ്റെതായ ഓർഡർ അനുസരിച്ച് പാലിക്കേണ്ട സമയമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതിന് തദബ്ബുറാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഖുർആനിനോട് ഈ ഉമ്മത്ത് നിർവഹിക്കേണ്ട കടപ്പാട്. ആസ് എ ബിലീവർ, ഒരു വിശ്വാസി, ഖുർആൻ അനുയായി എന്ന നിലക്ക് നമ്മളും മകളും മകനും ഭാര്യയും ഭർത്താവും എല്ലാവരും, ഈച്ച് എവരി സിംഗിൾ മെമ്പർ ഓഫ് ഇസ്ലാമിക് ഫാമിലി, ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ അംഗവും ഖുർആനിനോട് നിർവഹിക്കേണ്ടത് തിലാവത്തു, അതിന്റെ പാരായണം നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളിതാ നോമ്പ് എത്ര എത്തി, എത്ര ജുസ് പിന്നിട്ടു. അൽബക്കറ കൊണ്ട് തുടങ്ങുകയും അൽബക്കറ കൊണ്ട് ഒടുങ്ങുകയും ചെയ്യുന്ന 2024 റമദാൻ പോലെ അന്ന് തുടങ്ങിയ തിലാവത്ത് പോലെയാണോ, അതല്ല അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതുകയാണ് എങ്കിൽ 2 പ്രതിഫലമുണ്ട് ആ തിലാവത്തിന് എന്നാണ്. ഒന്ന് ഓതുന്നതിൻ്റെയും രണ്ടാമത്തേത് പ്രയാസപ്പെടുന്നതിൻ്റെയും. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ ആയത്തിൽ നഷ്ടം സംഭവിക്കാത്ത കച്ചവടം പരിചയപ്പെടുത്തുന്നിടത്ത് തിജാറത്തൻ ലൻ തബൂർ എന്ന് വിശുദ്ധ ഖുർആൻ പാരായണത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അലിഫ് ലാം മീം, അത് ഒരക്ഷരമല്ല,
അത് 3 അക്ഷരമാണ് എന്ന് പ്രവാചകൻ പറയാൻ. ഖുർആൻ നിങ്ങൾ ഓതുന്ന സമയത്ത് ഓരോ അക്ഷരത്തിനും 10 കണക്കെ പ്രതിഫലമുണ്ട് എന്ന്. അത് റമദാനിലാകുമ്പോൾ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത രൂപത്തിൽ പ്രതിഫലം പടച്ചറബ് വാരിക്കോരി നൽകുന്ന മാസം കൂടിയാണ്. ഒന്നാമത്തെ ബാധ്യത തിലാവത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത് ഹിഫ്ളു, അതിന്റെ മനപ്പാഠം. പണ്ട് മദ്രസയിലൊക്കെ പഠിച്ചത് ഓരോ വർഷത്തിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയില്ല. എന്നാൽ മൊബൈലുകൾ മാറുന്നുണ്ട്, വീടിന്റെ സ്റ്റൈല് മാറുന്നുണ്ട്, അതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനുകൾ മാറുന്നുണ്ട്, വാഹനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായി ഊർജം നൽകേണ്ട വിശുദ്ധ ഖുർആനുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ മനപ്പാടവും അതിന്റെ പാരായണവും എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പോയ വർഷത്തിന് സമാനമായിട്ടുള്ള മാറ്റമേ ഉള്ളൂ, അതിലുപരിയായി മാറ്റങ്ങൾ ഇല്ല എന്നിടത്ത് നമ്മൾ നിൽക്കരുത്, മാറ്റം ഉണ്ടാക്കണം. അതുകൊണ്ട് നിശ്ചിത സൂറത്തുകളൊക്കെ ഈ അവസരത്തിൽ കാണാതെ പഠിക്കുക. അമ്മ ജുസ്, നാസിയാത്ത്, നബഅ, സൂറത്തു ശംസ്, ലൈല്, സബ്ബിസ്മ, അങ്ങനെ എല്ലാ കാലത്തും ളുഹറും അസ്റും മഗ്രിബും ഇശാവും നമസ്കരിക്കാൻ വേണ്ടി ഖുൽ ഹുവല്ലാഹു അഹദും ഇന്നാ അഅ്തൈനാക്കയും മാത്രം ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് വിഭിന്ന അധ്യായങ്ങളൊക്കെ മനഃപ്പാഠമാക്കിയിട്ട് പാരായണം ചെയ്യുന്ന നിലവാരത്തിലേക്ക് എത്തുക അതിന്റെ ഹിഫ്ള് വിഷയത്തിൽ. അതേപോലെ തന്നെ ദിറാസത്തു മആനീഹി, അതിന്റെ ആശയം പഠിക്കുക. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ അത് നമ്മൾ വായിക്കണം, അതിന്റെ ആശയം പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 17, 22, 32, 40 ഒരേ അധ്യായത്തിലെ 4 സൂക്തങ്ങളിൽ ഒരേ തരത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പഠിക്കുന്നവർക്ക് വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുകയാണ്. ആരുണ്ട് നിങ്ങളിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഞങ്ങളുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ, ഈ സമയം അനുയോജ്യമാണ് എന്ന്. അതേപോലെ തന്നെ തദബ്ബുറുഹു, പഠിക്കുന്ന ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണം. സൈറ്റ് കൊണ്ട് കാണുന്നതിന് ഇൻസൈറ്റ് കൊണ്ട് അങ്കുരിപ്പിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയണം. 2024 ഖുർആൻ വായിച്ചതുപോലെയല്ല 2025 വായിക്കേണ്ടത്. 2024 ഇസ്ലാമിക ഉമ്മത്ത് സാമൂഹിക കുടുംബ രംഗത്ത് ഫേസ് ചെയ്ത പ്രശ്നങ്ങളല്ല 2025 ഈ വർഷവും തുടർ വർഷങ്ങളിലും നമുക്ക് വേണ്ട പാതേയത്തിനനുസരിച്ചുള്ള ചിന്താ വായനകള്, അതിനുള്ള അജണ്ടകൾ നിർണയിച്ചുകൊണ്ടുള്ള തദബ്ബുറുകള് തീർച്ചയായും നടക്കേണ്ടതുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. 4-ാം അധ്യായം സൂറത്തുൻ നിസാ 82-ാം സൂക്തം. നിങ്ങൾ എന്തേ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് തദബ്ബുർ ഒന്ന് ഉറ്റാലോചിക്കാത്തത്? അതെങ്ങാനും പടച്ചറബിന്റെ സവിധത്തിൽ നിന്നല്ല അവതീർണമായത് എങ്കിൽ നിങ്ങൾക്കതിൽ കോൺട്രഡിക്ഷനുകൾ, വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്ന്. വൈരുദ്ധ്യങ്ങളില്ല. 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ 9-ാം സൂക്തം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയാൻ. അങ്ങനെ ചിന്തയും പാരായണവും അതേപോലെ തന്നെ മനപ്പാടുമൊക്കെ കഴിഞ്ഞാൽ തത്ബീഖുഹു, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഓരോ ആയത്തുകൾക്കനുസരിച്ച് വിശ്വാസമാണ് എങ്കിൽ അതിനനുസരിച്ച് പരിവർത്തനം. അനുഷ്ഠാന മുറയുടെ പ്രാധാന്യം ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലൈസ് ചെയ്യണം. സ്വഭാവ സംസ്കാര രംഗത്തേക്കുള്ള സാരോപദേശങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തു കൊള്ളണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹനെ മാത്രമേ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സത്യവിശ്വാസികൾക്ക് നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാകുന്നു എന്ന ആയത്ത് നിസായിലൂടെ വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടുത്താതെ നമസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കാൻ നമുക്ക് കഴിയണം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ തത്ബീഖുഹു, പിന്നെ അത് പ്രാക്ടിക്കലൈസ് ചെയ്യണം. നന്മയെ ചെയ്യാൻ പാടുള്ളൂ. അവസാനമായി ഖുർആനിനോട് നിർവഹിക്കാനുള്ള കടപ്പാട് തബ്ലീഗുഹു, മറ്റുള്ളവർക്ക് അത് കൺവേ ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അറഫയിൽ വെച്ച് പ്രവാചകൻ നൽകിയ ഈ ഉമ്മത്തിനുള്ള വസിയത്താണ്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ മോറിസ് ബുഖാരിയും അതേപോലെ തന്നെ ഒരുപാട് ചിന്തകന്മാർ ഇസ്ലാം സ്വീകരിച്ച് അവരൊക്കെ ഖുർആനിന് ട്രാൻസ്ലേഷൻ രചിച്ച് മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് കൺവേ ചെയ്തു എങ്കിൽ നമ്മളൊക്കെ ഏത് വിധത്തിലാണ് ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ, ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആലോചിക്കുക. അതും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ദഅവത്തിന്റെ ഭാഗമാണ്, വ്യക്തിപരമായി നിർവഹിക്കേണ്ടതുമാണ്. ആ പുണ്യവും നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ ഇസ്ലാമിക ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ നിലനിർത്തിപ്പോരേണ്ട എല്ലാ വിധിവിലക്കുകളെയും അതാത് സമയ സന്ദർഭങ്ങൾ അനുസരിച്ച് പ്രാവർത്തികമാക്കുവാനുള്ള ഉത്ബുദ്ധത നമുക്കേവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും നീ കബൂൾ ചെയ്യണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ റമളാനിക ജീവിതത്തെ നീ കൂടുതൽ കൂടുതൽ ഐശ്വര്യപൂർണമാക്കി തീർക്കണമേ നാഥ. എല്ലാ കാര്യങ്ങളിലും മനസ്സും ശരീരവും പങ്കെടുപ്പിച്ച് സജീവമായി പൂർണ്ണമായി പങ്കാളികളാകാനുള്ള സൗഭാഗ്യം നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. KMB ഇബ്രാഹിം സാഹിബ് ആനിക്കാട് ഇന്നലെ മരണപ്പെട്ടു. അതേപോലെ തന്നെ ഈ കാലയളവിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചു പിരിഞ്ഞവർ, ഉടപ്പിറപ്പുകളിൽ നിന്ന് വേർപെട്ടു പോയവർ, അള്ളാഹു അവർക്കെല്ലാം അദ്ദേഹത്തിനും അങ്ങനെ മരിച്ചു പിരിഞ്ഞ നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, അരക്ഷിതമായ അഭയാർത്ഥി സാഹചര്യങ്ങളിൽ വളരെ പരിമിതമായ സൗകര്യ സംവിധാനങ്ങളിലൂടെ റമദാൻ ആചരിക്കുന്ന ആഗോള ഇസ്ലാമിക ഉമ്മത്തിലെ പീഡിതരെ, പലസ്തീൻ ജനത, അവർക്കൊക്കെ നീ കൂടുതൽ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ. പ്രതീക്ഷയുടെ റമദാനാക്കി തീർക്കണമേ നാഥ. രോഗം ബാധിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളിൽ പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞവർ, അള്ളാഹുവെ, അവർക്കെല്ലാം രോഗശമനം പ്രദാനം ചെയ്യണമേ. ആഫിയത്തോടുകൂടി ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് നൽകണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات